ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആദ്യം നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ വേഗം പാരൻസിനൊക്കെ വിളിച്ച് പാരൻസിനൊക്കെ വിളിച്ച് തൊട്ടടുത്തിരുത്തി നിങ്ങളെ കാണണം, നിങ്ങളുടെ പാരൻറ്റിനെയും കാണണം, നിങ്ങൾ എഴുതുന്ന ബുക്കും കാണണം. ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുക. പിന്നെ വീഡിയോ ഒരു കാരണവശാലും ഓഫ് ആവാൻ പാടില്ല. പ്രോപ്പറായിട്ട് നല്ല ഓണായിട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഇരിക്കണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച്, ഓക്കെ ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, എക്സാം എഴുതുന്ന പേന വെച്ച് ഒരിക്കലും നിങ്ങൾ മാർക്ക് ഇടരുത് കേട്ടോ. മാർക്ക് ഇടാൻ വേറെ പേന വേണം. പിന്നെ നമ്മൾ മാർക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തോണം. നമ്മുടെ പാരൻറ്റ് പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ വിന്നേഴ്സിൻ്റെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഒന്ന്, which of the following revolutions like green revolution started in India for the growth of milk production and the growth of fertilizer production? അതായത് ഗ്രീൻ റെവല്യൂഷൻ പോലെ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വളർച്ചയ്ക്ക്, അതേപോലെ തന്നെ വളം അതൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച രണ്ട് റെവല്യൂഷൻ ഏതൊക്കെയാണ്? പാലിൻ്റെ റെവല്യൂഷൻ ഏതാണ്, അതേപോലെ തന്നെ ഫെർട്ടിലൈസറിൻ്റെ റെവല്യൂഷൻ ഏതാണ്? അതിൻ്റെ പേരെഴുതുക, 2 മാർക്ക്. അടുത്തത്, റൈറ്റ് എനി 2 പ്രോബ്ലംസ് ഫേസിങ് ദ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 2 മാർക്ക്. 2 4ആയി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്? ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? 4 മാർക്കാണ്. അപ്പോൾ 4 ബെനിഫിറ്റ് എങ്കിലും എഴുതാം. അടുത്തത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ ആൻഡ് ഹൗ ഡിഡ് ഗോൾഡൻ റെവല്യൂഷൻസ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഗ്രോത്ത്? അതായത് നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് എഴുതുക, ഒരു ഷോർട്ട് നോട്ട് എഴുതുക, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 4 മാർക്ക്. അപ്പോൾ 4 4 8 8 2 10 10 12ആയി. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. അത് എ ലെവലുണ്ട്, ബി ലെവലുണ്ട്. എ ലെവലിൽ എ സൈഡിൽ അമൂൽ, അപ്നി മൺടി ആൻഡ് മിൽമ. എ സൈഡ് കഴിഞ്ഞു. ഇനി ബി സൈഡ് പഞ്ചാബ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇത് തെറ്റായി കിടക്കുന്നത് നിങ്ങൾ പ്രോപ്പറാക്കുക, 3 മാർക്ക്. അപ്പോൾ ടോട്ടൽ 15 മാർക്ക്. വേഗം ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് 15 മാർക്കിൻ്റെ എക്സാം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ സ്ലോവിൽ എഴുതരുത്, കുറച്ച് സ്പീഡിൽ എഴുതണം. ഓക്കെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വേറൊരു പേന എടുക്കുക. നമ്മൾ എഴുതിയ പേന വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്, ആൻസറിന് മാർക്ക് ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണിച്ചു തരികയാണ്, നിങ്ങൾ നോക്കുക. അതായത് മിൽക്ക് അതിൻ്റെ പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൈറ്റ് റെവല്യൂഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഫെർട്ടിലൈസർ, ദാറ്റ് ഈസ് ഗ്രേ റെവല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസിങ് ദ ഫിഷർമാൻ കമ്മ്യൂണിറ്റി? ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു 4 എണ്ണം എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഒന്ന് അണ്ടർ എംപ്ലോയ്മെന്റ്, മറ്റൊന്ന് ലോ ഇൻകം, എനി 2, ഏതെങ്കിലും 2 എണ്ണം എഴുതാനല്ലേ പറ്റുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം എഴുതിയാൽ മതി, നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടും. ഒന്ന് അണ്ടർ എംപ്ലോയ്മെന്റ്, മറ്റൊന്ന് ലോ ഇൻകം, പിന്നെ ഇല്ലിറ്ററസി, ലോ ഒക്യുപേഷണൽ മൊബിലിറ്റി, ഇൻഡെപ്റ്റ്നെസ്. ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം എഴുതിയാൽ 2 മാർക്ക്. ഓക്കെ, ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്? അത് 4 എണ്ണം എഴുതണം. ഒന്ന്, ഓർഗാനിക് ഫാമിംഗ് ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ, വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. പിന്നെ ലേബർ ഇൻറ്റൻസീവ് ആണ് രണ്ടാമത് പറയുന്നത്. 3, ഹ്യൂജ് ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇതിന് വലിയൊരു അന്താരാഷ്ട്ര വിപണി തന്നെയുണ്ട്. പിന്നെ എക്കോ ഫ്രണ്ട്ലി. ഇതാണ് ഇതിൻ്റെ ഒരു 4 ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ 4 ബെനിഫിറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അടുത്തത്, ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പ്രൊഡക്ഷനാണ്. ഒരു 6% ഓഫ് GDP, ഇന്ത്യയുടെ അഗ്രികൾച്ചർ GDPയിൽ ഒരു 6% ഹോർട്ടിക്കൾച്ചറാണ്. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ പോലെ തന്നെ ഇതിനെ വൈറ്റ് റെവല്യൂഷൻ ഗോൾഡൻ റെവല്യൂഷൻ എന്നാണ് ഇതിനെന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ഇറ്റ് എമർജ് ആസ് ദ മേജർ എംപ്ലോയ്മെന്റ് ജനറേഷൻ റീസെന്റ് ടൈംസ്. ഈ അടുത്ത കാലത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അമൂൽ, ദാറ്റ് ഈസ് ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. അപ്നി മൺടി പഞ്ചാബ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ ആണ് വരുന്നത്. മിൽമ എന്ന് പറയുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ കീഴിലാണ് മിൽമ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി എന്ത് ചെയ്യുക, മാർക്ക് ഇടുക. ആദ്യത്തെ ക്വസ്റ്റിന് 2 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റിന് 2 മാർക്ക്,
മൂന്നാമത്തെ ക്വസ്റ്റിന് 4 മാർക്ക്, നാലാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്ക്, ലാസ്റ്റ് ക്വസ്റ്റിന് 3 മാർക്ക്. ഇത്രേ ഉള്ളൂ. വേഗം മാർക്ക് ടോട്ടൽ ചെയ്യാം കേട്ടോ. വേഗം ആയിക്കോട്ടെ.